ദൈവത്തിന്റെ തിരുവചനവുമായിട്ട് നിൽക്കുവാൻ തന്ന അവസരത്തെ ഒരു പദവിയായും ഭാഗ്യമായും കാണും. അതിനുവേണ്ടി എന്നെ ക്ഷണിച്ച വാത്സല്യ കർത്തദാസൻ, അവിടെയുള്ള എല്ലാ ദൈവമക്കൾ അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ക്രിസ്തുയേശുവിൽ വന്ദനം പറയുകയും ചെയ്യുന്നു. ദൈവമായ കർത്താവ് നമ്മളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്കറിയാം, ഈ കോവിഡിന്റെ കാലഘട്ടമൊക്കെ ഇങ്ങനെ കടന്നു പോകുന്നു. ലോക്ക്ഡൗണുകൾ നീളുകയും ഇളവുകൾ വരുത്തുകയും അപ്പം തന്നെ സാഹചര്യങ്ങൾ അനുസരിച്ച് കാര്യങ്ങൾ വീണ്ടും ശക്തമാക്കുകയൊക്കെ ചെയ്യുന്നു. ഒത്തിരി പ്രതിസന്ധികൾ കൂടെ ലോക ജനത കടന്നു പോകുന്നു. ഇതിൻ്റെയൊക്കെ നടുവിലും നമ്മളെ കാക്കുകയും പരിപാലിക്കുകയും ഒക്കെ ചെയ്യുന്ന ദൈവത്തിൻ്റെ കൃപയായതുകൊണ്ട് ആ കൃപയിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോകുവാനായിട്ട് കർത്താവ് നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. നമുക്ക് ഇന്ന് ആരാധനയോടുള്ള ബന്ധത്തിൽ നാം വിശുദ്ധ ആരാധനയ്ക്കായിട്ട് കടന്നു വന്നിരിക്കുകയാണ്. ആരാധനയോടുള്ള ബന്ധത്തിൽ എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാമത് അധ്യായത്തിന്റെ 10 മുതലുള്ള വാക്യങ്ങൾ. കൂടാരത്തിൽ ശുശ്രൂഷിക്കുന്നവർക്ക് അഹോവൃത്തി കഴിപ്പാൻ അവകാശമില്ലാത്ത ഒരു യാഗപീഠം നമുക്കുണ്ട്. മഹാപുരോഹിതൻ പാപപരിഹാരമായ രക്തം വിശുദ്ധ മന്ദിരത്തിലേക്ക് കൊണ്ടുപോകുന്ന മൃഗങ്ങളുടെ ഉടൽ പാളയത്തിന് പുറത്തു വെച്ച് ചുട്ടുകളയുന്നു. അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിന് പുറത്തു വെച്ച് കഷ്ടം അനുഭവിച്ചു. ആകയാൽ നാം അവന്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവന്റെ അടുക്കൽ ചെല്ലുക. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ, വരുവാനുള്ളത് അത്രയും നാം അന്വേഷിക്കുന്നു. അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലം എന്ന സ്തോത്രയാഗം ഇടപെടാതെ അർപ്പിക്കുക. നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്. ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. 13-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിക്കാം. ആകയാൽ നാം അവന്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന്റെ പുറത്ത് അവന്റെ അടുക്കൽ ചെല്ലുക. ആകയാൽ നാം അവന്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന്റെ പുറത്ത് അവന്റെ അടുക്കൽ ചെല്ലുക. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരം ഇല്ലല്ലോ. എന്നെ ശ്രദ്ധിക്കുന്ന ആരാധനയിൽ പങ്കുചേർന്നിരിക്കുന്ന മുഴുവൻ വിശ്വാസ സമൂഹത്തെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ സഭായോഗം നമുക്ക് അനുഗ്രഹമായി മാറട്ടെ എന്ന് ഹൃദയംഗമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതിന്റെ മുകളിലേക്കുള്ള വാക്യങ്ങളിലേക്ക് നാം വരുമ്പോൾ കർത്താവായ യേശുവിന്റെ പാപപരിഹാര യാഗവുമായിട്ടുള്ള ചിത്രങ്ങളെ നാം കാണുകയാണ്. എബ്രായ ലേഖനം നാം പഠിച്ചു വരുമ്പോൾ അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ യുണീക്നെസ്സിനെ കാണിക്കുന്ന പുസ്തകമാണെന്ന് നമുക്കറിയാം. 1 മുതലുള്ള അധ്യായങ്ങളിൽ യേശു കർത്താവ് ദൂതന്മാരെക്കാട്ടിലും വലിയവനാണ്. അവിടുത്തെ യാഗം ഏറ്റവും ശ്രേഷ്ഠനാണ്. മഹാപുരോഹിതന്മാരെക്കാട്ടിലും വലുതാണ്. ഈ വക കാര്യങ്ങളെ വളരെ തർക്കശാസ്ത്ര രീതിയിൽ അതിനെ ഖണ്ഡിച്ച് അവതരിപ്പിച്ച് യേശു കർത്താവിന്റെ ആ മഹത്വത്തെയും യുണീക്നെസ്സിനെയും നമുക്കവിടെ ലേഖനകർത്താവ് വരച്ചു കാട്ടുകയാണ്. 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അത് വിശ്വാസ വീരന്മാരുടെ ഒരു പട്ടികയാണ്. 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നു ആ 11-ാം അധ്യായത്തിലെ സാക്ഷികളുടെ പട്ടികയും പിന്നെ ലോകമെമ്പാടുമുള്ള എക്കാലത്തുമുള്ള സാക്ഷികളെ ഓർപ്പിച്ചുകൊണ്ട് ഇതാ സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നുകൊണ്ട് നാം നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടണം. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു കർത്താവിനെ നോക്കണം. 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതൊരു പ്രാക്ടിക്കൽ കൺക്ലൂഷനാണ്. സഹോദരപ്രീതി നിലനിൽക്കട്ടെ എന്ന് തുടങ്ങുന്ന ഒരു വേദഭാഗം. എന്നിട്ട് ഒരു പ്രായോഗിക ദൈനംദിന ക്രിസ്തീയ ജീവിതത്തിന്റെ നാം പുലർത്തേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണ്. സഹോദരപ്രീതി നിലനിൽക്കട്ടെ, അതിഥിസൽക്കാരം മറക്കരുത്. അതിനാച്ചത് അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചുവല്ലോ. നാമും തടവുകാരെന്ന പോലെ തടവുകാരെയും ശരീരത്തിലിരിക്കുന്നവരാകിയാൽ കഷ്ടം അനുഭവിക്കുന്ന ഓർക്കണം. വിവാഹം ഏവർക്കും മാന്യവും കിടക്ക നിർമ്മലമായിരിക്കട്ടെ. എന്നാൽ ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹം ഇല്ലാത്തതായിരിക്കട്ടെ. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടും. ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് അവൻ തന്നെ അറിയിച്ചിരിക്കുന്നുവല്ലോ. ആകയാൽ കർത്താവിനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോട് പറയാം. എന്നിട്ട് പറയുന്നു, നിങ്ങളെ ദൈവവചനം നടത്തിയവരെ ഓർത്തുകൊള്ളണം. അവരുടെ ജീവാവസാനം ഓർത്ത് അവിടെ വിശ്വാസം അനുകരിക്കണം. വീണ്ടും പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണ്. അതിഥി സൽക്കാരം, സഹോദരപ്രീതി, ശരീരത്തിന്റെ നിസാരത്വം മനസ്സിലാക്കി അങ്ങനെയുള്ളവരെ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുക. ഭയപ്പെടരുത്. വിവാഹ ജീവിതം പവിത്രമായിരിക്കണം, കിടക്ക നിർമ്മലമായിരിക്കണം. കാരണം ദുർനടപ്പുകാരും വ്യഭിചാരികളെയൊക്കെ ദൈവം ന്യായം വിധിക്കും. ദുർനടപ്പും വ്യഭിചാരവും 2 വാക്കാണ്. ഒന്ന് വിവാഹപൂർവ്വ ബന്ധമാണ്, അല്ലെങ്കിൽ ഇന്നത്തെ ഉള്ളപ്പോൾ ലിവിങ് ടുഗദർ, അതായത് മാരിറ്റൽ ബോണ്ടില്ലാത്ത ജീവിതം, അതാണ് ദുർനടപ്പ്. മാരിറ്റൽ ബോണ്ടില്ല. എന്നാൽ വ്യഭിചാരം അതല്ല. ഐദർ ഓർ വൺ പാർട്ടി ഈസ് മാരിഡ്, ദെൻ ദാറ്റ് ഈസ് നോൺ ആസ് അഡൾട്ടറി. വിവാഹേതര ബന്ധങ്ങൾ, വിവാഹപൂർവ്വ ബന്ധങ്ങളും വിവാഹേതര ബന്ധങ്ങളും എല്ലാം
ന്യായം വിധിക്കും. നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കണം. ബി കണ്ടന്റ് വിത്ത് വാട്ട് യു ഹാവ്. എന്തുണ്ടോ അതിൽ തൃപ്തിപ്പെടണം. എന്നാലോ ഐ വിൽ നെവർ ലീവ് യു നോർ ഫോർസേക്ക് യു. ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് അവൻ തന്നെ അരുളിച്ചെയ്തിരിക്കുന്നു. ആകയാൽ കർത്താവ് എനിക്ക് തുണ. ഞാൻ പേടിക്കുകയില്ല, മനുഷ്യനോട് ഭയപ്പെടേണ്ട. എന്തുകൊണ്ട്? കർത്താവ് എനിക്ക് തുണയായതുകൊണ്ട്. അങ്ങനെ ആ പ്രായോഗിക ക്രിസ്തീയ ജീവിത സമീപനങ്ങളോട് വന്നിട്ട് പറയുന്നു, നിങ്ങളെ നടത്തിയവരെ ഓർക്കണം. അത് പാസ്റ്റ് ടെൻസ് ആണ്. കാലാകാലങ്ങളിൽ നമുക്ക് ദൈവജനം പങ്കുവെച്ച് തന്ന, നമ്മളെ കൈപിടിച്ചുയർത്തിയ, നമ്മളെ നടത്തിയ ഒത്തിരി പേരുണ്ട്. അവരെയെല്ലാം ഓർക്കണം. എന്നാൽ 17ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നടത്തുന്നവരെ അനുസരിച്ച് അവർക്ക് കീഴടങ്ങണം. കാരണം അവരോടും പറയുന്നു, അവർ കണക്ക് ബോധിപ്പിക്കുന്നവരാകിയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുക. അത് അവർ ഓർക്കേണ്ട കാര്യമാണ്. അങ്ങനെ നടത്തിയവരെ ഓർക്കുക, നടത്തുന്നവരെ ഓർക്കുക. നടത്തിയവരെ ഓർത്ത് അവർക്ക് അവരുടെ ജീവാവസാനം ഓർത്ത് അവരെ ഓർക്കുക. അവർക്ക് വേണ്ടി അവരെ ഓർക്കുക. ജീവിതത്തിന് നന്മകളൊക്കെ വരുമ്പോൾ അവരെ ഓർക്കുക. 2, നടത്തുന്നവരെ, അത് പ്രസന്റ് ടെൻസ് ആണ്. നടത്തുന്നവരെ അനുസരിച്ച് അവർക്ക് കീഴടങ്ങിയിരിക്കുക. എന്നാൽ എന്ത് സംഭവിക്കും? കാരണം അവർ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി, അവർ നിങ്ങൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവർക്ക് കീഴടങ്ങിയിരിക്കണം. കാരണം അവരൊരിക്കലും ഞരങ്ങാൻ പാടില്ല. ദൈവദാസന്മാർ നമ്മളെ നടത്തിപ്പുക ഒരിക്കലും ഞരങ്ങാൻ പാടില്ല. അതവർ സന്തോഷത്തോടെ ചെയ്യുവാനിടയാക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് നന്മയാകില്ല. അല്ലാതെ നിങ്ങൾക്ക് നന്നല്ലെന്നാ പറയുക. അത്ര കർശനമായൊരു വാക്ക്. നിങ്ങൾക്ക് നന്നല്ല. അതുകൊണ്ട് ഇവരെ എല്ലാം ഓർക്കുകയും അവർക്ക് കീഴടങ്ങിയിരിക്കുകയും അവരെ സ്നേഹത്തോടെ വിചാരിക്കുകയൊക്കെ വേണം എന്നെല്ലാം പറഞ്ഞിട്ട് ഇതിനിടയ്ക്ക് വളരെ ഒരു ദൈവശാസ്ത്രം മിഷൻ കേന്ദ്രീകൃത ഒരു ദൂത് പറയുകയാണ്. എന്താണ്? കൂടാരത്തിൽ ശുശ്രൂഷിക്കുന്നവർക്ക് അഹോവൃത്തി കഴിപ്പാൻ അവകാശമില്ലാത്ത ഒരു യാഗപീഠം നമുക്കുണ്ട്. മഹാപുരോഹിതൻ പാപപരിഹാരമായി രക്തം വിശുദ്ധ മന്ദിരത്തെ കൊണ്ടുവന്ന മൃഗങ്ങളുടെ ഉടൽ പാളയത്തിന്റെ പുറത്ത് വെച്ച് ചുട്ടുകളയും. അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് പാളയത്തിന്റെ പുറത്ത് വെച്ച് കഷ്ടാനുഭവിച്ചു. ഇതിന്റെ പശ്ചാത്തലം എന്താണ്? നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകം 1, 2, 3 അധ്യായങ്ങൾ കടന്നു പോകുമ്പോൾ നാം കാണുന്നു മനുഷ്യരെല്ലാവരും പാപികളാണ്. റോമാലേഖനം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കാണുന്നു ഏകമനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് കടന്നു വന്നു. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു. മനുഷ്യന് ദൈവം സ്വാതന്ത്ര്യം കൊടുത്തു. ആ സ്വാതന്ത്ര്യം മനുഷ്യൻ ദുർവിനിയോഗം ചെയ്തു. അങ്ങനെ ലോകത്തിലേക്ക് പാപവും പാപത്താൽ മരണവും കടന്നു വന്നു. അടിസ്ഥാനപരമായ മനുഷ്യജീവിതത്തിന്റെ പ്രശ്നങ്ങൾ ഇതാണ്. ലോകത്തോട് ദൈവത്തിന് പറയാനായിട്ടുള്ളത്, ദൈവവചനത്തിന് പറയാനായിട്ടുള്ളത്, മനുഷ്യരെല്ലാവരും പാപികളാണ്. എങ്ങനെ പാപികളായി മാറി? ജന്മം കൊണ്ടല്ല. ഏകമനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്, ആദ്യ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് പാപമില്ലാത്തവനായിട്ടാണ്, നിഷ്പാപയോഗത്തിൽ. എന്നാൽ അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങളുടെ മുമ്പിൽ തിന്മയും നന്മയുണ്ട്, നിങ്ങൾ എന്ത് തിരഞ്ഞെടുക്കണം? യു ഹാവ് ചോയ്സ്. പക്ഷെ ആ ചോയ്സ് ഉപയോഗിച്ച്, ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ഒരിക്കലും തിന്മ തിരഞ്ഞെടുക്കരുത്, നന്മ വേണം തിരഞ്ഞെടുക്കാൻ. പക്ഷെ അവരെന്ത് ചെയ്തു? സ്വാതന്ത്ര്യം ദുർവിനിയോഗം ചെയ്തു. ആ സ്വാതന്ത്ര്യം ദുർവിനിയോഗം ചെയ്തത് വഴി അവരിലേക്ക് കടന്നു വന്ന ഏറ്റവും വലിയ തിന്മ പാപവും പാപത്തിന്റെ ശമ്പളമായ മരണവും. പാപം മനുഷ്യൻ എപ്പോഴും ഓർക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, എല്ലാ മനുഷ്യരും പാപിയാണ്. ആരും നീതിമാനില്ല, ഒരുത്തം പോലുമില്ല. എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവത്തെ നഷ്ടപ്പെടുത്തി. എല്ലാവരും പാപികളാണ്. എന്നാൽ പാപത്തിന്റെ ശമ്പളം മരണമാണ്. എന്താണ് മരണം? 3 തരത്തിലുള്ള മരണങ്ങളുണ്ട്. ഒന്ന്, ശാരീരികമായ മരണം. അതിനെയാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. എന്നാൽ അതിനെ പേടിക്കേണ്ടെന്ന് തന്നെ വേദപുസ്തകം പഠിപ്പിക്കുന്നു. ദേഹത്തെ കൊല്ലുവാൻ കഴിയുന്നവനെ നിങ്ങൾ ഭയപ്പെടേണ്ട. പിന്നെ എന്ത് ചെയ്യണം? നിത്യമായൊരു മരണം വരുന്നുണ്ട്. ശാരീരിക മരണമുണ്ട്, ആത്മമരണമുണ്ട്. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരാണ് നാം. എന്നാൽ നിത്യമായൊരു മരണം വരുന്നുണ്ട്. അതാണ് അന്ത്യവിധിയുടെ ഒരു മരണം. നമ്മളെല്ലാവരും ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി. നാം എല്ലാവരും അവനവൻ ശരീരത്തിരിക്കുമ്പോൾ ചെയ്ത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കണം. നാം എല്ലാം ഇങ്ങനെ കടന്നു പോകേണ്ടി വരും. എന്നാൽ അത് ജഡ്ജ്മെന്റ് സീറ്റും ഉണ്ട്, പ്രതിഫലം കൊടുക്കുന്ന സ്ഥലങ്ങളുമുണ്ട്. എന്നാൽ അന്ത്യവിധിയെക്കുറിച്ച് പറയുന്നുണ്ട്. മരിച്ചവർ ആപാലബുദ്ധം ഉയർത്തെഴുന്നേറ്റ് വരുന്ന അന്ത്യവിധി, അറയ്ക്കപ്പെട്ടവർ, ഭീരുക്കൾ, അവിശ്വാസികൾ, ഇവർക്കുള്ള ഓഹരി തുടങ്ങിയ ഒരു ലിസ്റ്റ് പറഞ്ഞിട്ട് പറയുന്നു, ഇവർക്കുള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന പൊയ്കയുമാണ്. ഇത് 2ാമത്തെ മരണം. അപ്പം അന്ത്യവിധിയുടെ ഒരു വലിയ സാധ്യതയല്ല, ഒരു അന്ത്യവിധി മനുഷ്യനെ കാത്തിരിക്കുകയാണ്. ഒന്നീ സ്വർഗം അല്ലെങ്കിൽ നരകം. ഈ അന്ത്യവിധിയിലേക്ക് അവിടെയാണ് എന്നിട്ട് ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത പോലുള്ള ഒരു വിധിയുടെ ലോകത്തുനിന്ന് കടന്നു പോകേണ്ട ഒരു യാത്ര. അത് നിത്യമായ നാശത്തിലേക്കുള്ള യാത്ര. അപ്പം ആ യാത്രയാണ് മരണമെന്ന് പറയുക. ഇത് 2ാമത്തെ മരണം. 1ാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകും. അങ്ങനെ ഏകന്റെ അനുസരണക്കേടിനാൽ എല്ലാവരും പാപികളായി. പാപത്തിന് ശമ്പളം മരണമായി. ഇത് നിത്യത നഷ്ടപ്പെടുത്തി. അങ്ങനെ മനുഷ്യൻ
പാപികളായി തുടരുമ്പോൾ ഇവരെ എങ്ങനെ രക്ഷിക്കാനായിട്ട് കഴിയും? പാപത്തിന്റെ ശമ്പളം മരണമാണ്. പാപത്തിന്റെ ശമ്പളം മരണമായതുകൊണ്ട് ആ മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി ദൈവം ഒരു വ്യവസ്ഥിതി വെച്ചു. നിങ്ങൾ മരിക്കേണ്ട, നിങ്ങൾക്ക് പകരം മൃഗം കൊല്ലപ്പെട്ടാൽ മതി. അങ്ങനെ ആണ് യാഗങ്ങൾ കടന്നു വരുന്നത്. എന്താണ് യാഗം? സബ്സ്റ്റിറ്റ്യൂട്ട് ഡെത്താണ്. നാം മരിക്കുന്നതിന് പകരം നമുക്ക് വേണ്ടി മൃഗങ്ങൾ കൊല്ലപ്പെടും. അതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഡെത്ത് എന്ന് പറയും. നമ്മൾ മരിക്കുകയില്ല, പകരം മൃഗങ്ങൾ കൊല്ലപ്പെടുന്നു. അത് അവനവന്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് കുറുമ്പ്രാവോ ആടോ കാളയോ ഒക്കെ കൊണ്ടുവരുന്നു, അതിനെ യാഗമായിട്ട് അർപ്പിക്കുന്നു. എന്താ കാര്യം? ഞാൻ മരിക്കുന്ന സ്ഥാനത്ത് മൃഗങ്ങൾ കൊല്ലപ്പെടുന്നു. യാഗങ്ങളുടെ ഒരു വലിയ വളർച്ചയെ വേദപുസ്തകം കാണുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ പാപത്തിന് ശമ്പളം അവിടെ നഗ്നതയായിട്ട് മാറുന്നു. അവൻ നഗ്നനെന്നറിഞ്ഞു. എന്താ കാര്യം? അവന്റെ തേജസ്സിന്റെ വസ്ത്രം നഷ്ടപ്പെട്ടിട്ട് മനുഷ്യൻ നഗ്നരാക്കപ്പെടുന്നു. അങ്ങനെ നഗ്നരാക്കപ്പെടുന്ന മനുഷ്യന്റെ നഗ്നത മറയ്ക്കാൻ വേണ്ടി, പാപത്തിന്റെ നഗ്നത മറയ്ക്കാൻ വേണ്ടി അവരെന്ത് ചെയ്തു? അത്തിയില കൊണ്ട് ഒരു അരയാടയുണ്ടാക്കി. അത്തിയില കൊണ്ട് അവർ ഉടുപ്പുണ്ടാക്കി. അത്തിയില കൊണ്ട് ഉടുപ്പുണ്ടാക്കിയ ഒരു കുഴപ്പമുണ്ട്. വെയിലടിക്കുമ്പോൾ അത്തിയുടെ ഇല ചുരുങ്ങുമ്പോൾ അത് വീണ്ടും വലുതായിട്ട് എക്സ്പോസ്ഡ് ആകും. അങ്ങനെ അത്തിയില കൊണ്ട് അരയാട ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ അത് വീണ്ടും എക്സ്പോസ് ആയി. അപ്പോൾ എന്ത് സംഭവിച്ചു? പിതാവാൻ ദൈവം തന്നെ ഇറങ്ങി വന്നിട്ട് മനുഷ്യനെ ചെയ്തു കൊടുത്ത ഒരു കാര്യമുണ്ട്. ദൈവം മൃഗത്തിന്റെ തോല് കൊണ്ട് ഉടുപ്പുണ്ടാക്കി. മൃഗത്തിന്റെ തോല് കൊണ്ട് ഉടുപ്പുണ്ടാക്കണമെങ്കിൽ മൃഗം കൊല്ലപ്പെട്ടിട്ടുണ്ട്. ആരാണ് മൃഗം? ദൈവവചനം പഠിപ്പിക്കുന്നത് ലോക സ്ഥാപനത്തിന് മുതൽ അറക്കപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞാട്. എന്നാൽ പിന്നെ നമ്മൾ അങ്ങനെ അവിടെ ഒരു യാഗം കാണുന്നുണ്ട്. ആ യാഗം മനുഷ്യന്റെ നഗ്നത മറയ്ക്കാൻ വേണ്ടി കൊല്ലപ്പെട്ട ഒരു കുഞ്ഞാട്. ആ കുഞ്ഞാടിനെ കുറിച്ച് വചനം പറയുന്നു, ലോകസ്ഥാപനം മുതൽ അറക്കപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞാട്. എന്നാൽ കാലം മുമ്പോട്ട് പോകുമ്പോൾ അടുത്ത യാഗം നാം കാണുന്നത് അബ്രഹാമിനോടുള്ള ബന്ധത്തിലാണ്. അബ്രഹാം ഇടയ്ക്ക് 15-ാം അധ്യായത്തിൽ ഇങ്ങനെ യാഗം കഴിച്ച ചരിത്രമൊക്കെ കാണുന്നുണ്ട്. എന്നാൽ അവിടെ ഉടലിന്മേൽ രാജം പക്ഷികൾ ഇറങ്ങിയെന്നൊക്കെ നാം കാണും. എന്നാൽ 17-ാം ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ പോകുമ്പോൾ വീണ്ടും കാണുന്നു. 21-ാം അധ്യായം കഴിഞ്ഞിട്ട് കാണുന്ന ഒരു കാഴ്ചയുണ്ട്. അബ്രഹാമിന്റെ ദൈവം പറഞ്ഞു, അനന്തരം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചിട്ട് പറഞ്ഞു, നിന്റെ ഏകജാതനായ മകനെ നീ എനിക്ക് യാഗമായിട്ട് തരണം. അങ്ങനെ അവർ രണ്ടും കൂടെ യാഗം കഴിക്കാൻ വേണ്ടി പോവുകയാണ്. മൊറിയ ആ മലയിലേക്ക് ഇങ്ങനെ കയറി പോകുമ്പോൾ മകൻ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പ എല്ലാം ഉണ്ട്, തീയുണ്ട്, വിറകുണ്ട്, കത്തിയുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷേ എന്തിയേ യാഗമൃഗം? ഒട്ടും സംശയമില്ലാതെ അപ്പം പറഞ്ഞു, മോനെ യഹോവ കരുതിക്കൊള്ളു. അവരാ സ്ഥലത്ത് എന്നിട്ട് മകനെ പിടിച്ചു കിടത്തി. യൗവനയുക്തനായ ആ ബാല്യക്കാരൻ അവൻ അനുസരണമുള്ളവനായി അപ്പന്റെ മുമ്പിൽ ഇങ്ങനെ ഒതുങ്ങിക്കിടക്കുകയാണ്. ഇത് തന്നെയാണ് കർത്താവായ യേശുക്രിസ്തു എന്ന ഏകജാതനെ നാം കാണുന്നത്. അവനും അനുസരണമുള്ളവനായിരുന്നു. അങ്ങനെ ആ അനുസരണമുള്ള മകൻ അപ്പന്റെ മുമ്പിൽ വിനയപ്പെട്ട് കിടക്കുമ്പോൾ അപ്പൻ കത്തിയെടുത്തിട്ട് ഈ മകനെ കുത്താനായിട്ട് ഓങ്ങുകയാണ്. പെട്ടെന്ന് സ്വർഗത്തിൽ നിന്നൊരു വിളിയുണ്ടാകും, അബ്രാമേ 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 അബ്രാമേ, ബാലിന്റെ മേൽ കൈവെക്കരുത്. അബ്രാമേ അബ്രാമേ, ബാലിന്റെ മേലെ കൈവെക്കരുത്. അവർ തല പൊക്കി നോക്കിയപ്പോൾ കൊമ്പ് കാട്ടിക്കുരുങ്ങി ഒരു ആട്ടുകുറ്റം കിടക്കുന്നത് കണ്ട് ആ മൃഗത്തെ എടുത്തിട്ട് ഇസഹാക്കിന് പകരം യാഗം കഴിച്ചതായിട്ട് കാണുന്നു. വീണ്ടും കാലം മുമ്പോട്ട് പോകുന്നു. പൊന്നു പ്രിയപ്പെട്ടവരെ, വീണ്ടും സമയം മുമ്പോട്ട് പോകുന്നു. പുറപ്പാട് പുസ്തകം, മിസ്രൈമിൽ നിന്ന് മോശയുടെ നേതൃത്വത്തിൽ ജനത്തെ പുറപ്പെടുവിച്ചു കൊണ്ടുവരാനുള്ള സംവിധാനങ്ങൾ ദൈവം ഒരുക്കുകയാണ്. ആ ഒരുക്കത്തിന്റെ ഭാഗമായിട്ട് പല ബാധകൾ അയക്കുന്നു. പക്ഷേ ഈ ഫറവോയുണ്ടല്ലോ, ഹൃദയം ഇങ്ങനെ കഠിനപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ഫറവോയുടെ ഹൃദയം ഓരോ പ്രാവശ്യം കഠിനപ്പെട്ടു. യഹോവ കഠിനമാക്കി എന്നുള്ളതാണോ അതിന്റെ അർത്ഥം? യഹോവയുടെ അപ്പം തന്നെ ദൈവം അവന് ബാധയയക്കുകയാണ്. ഓരോ പ്രാവശ്യവും അതിനകത്ത് അനുദപിക്കാനുള്ള അവസരമുണ്ട്. പക്ഷെ ഇവിടെ ഒരു കാര്യമുണ്ട്, ഈ കഠിനമാക്കി എന്നൊക്കെ പറയുമ്പോൾ ചള്ളയില് വെയിലടിച്ചാൽ എന്ത് പറ്റും? ചള്ള കൂടി കിടക്കുന്നത് വെയിലടിച്ചാൽ ചള്ള കട്ടിയാകും. മെഴുകിന്റെ പുറത്ത് വെയിലടിച്ചാലോ മെഴുക് ഉരുകാൻ തുടങ്ങും. അപ്പൊ ഈ ഹൃദയം ചള്ളയായിരിക്കണം. അതുകൊണ്ടാണ് ഇതിങ്ങനെ കട്ടിയായിട്ടിരിക്കുക. ചിലരുടെയൊക്കെ ജീവിതത്തിൽ ഒരു ചെറിയ അനുഭവം മതി, ഒരു ദൈവാനുഭവം ഉണ്ടായാൽ അവർ ദൈവത്തെങ്ങനെ തീരും. ചിലരുടെ ജീവിതത്തിൽ ഓരോ അനുഭവം ഉണ്ടാകും തോറും വീണ്ടും തോറും അത് കട്ടിയാകാൻ തുടങ്ങും. അങ്ങനെ പറവോ ആ അന്ത്യപാത അയക്കുകയാണ് പറവോയുടെ നാട്ടിലേക്ക്. അത് കടിഞ്ഞൂൽ സംഹാരമാണ്. അപ്പോൾ ദൈവം മോശയോട് പറയുന്നുണ്ട്, പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ, നിങ്ങൾ ഇങ്ങനൊരു കാര്യം ചെയ്യണം. നിങ്ങളൊരു കടിഞ്ഞൂലിനെ എടുക്കണം, ഒരു ഔനമില്ലാത്ത ആട്ടുംകുട്ടി എടുക്കണം. ആട്ടുംകുട്ടി എടുത്തിട്ട് അതിന്റെ ഈ പാപിമാസം 14-ാം തീയതി രാത്രി അറുത്തിട്ട് അതിന്റെ രക്തം കട്ടളക്കാൽമേലും കുറുമ്പടിമേലും പുരട്ടണം. അതിന്റെ രക്തം വാർന്നെടുക്കണം, അസ്ഥി ഒടിഞ്ഞു പോകാതെ സൂക്ഷിച്ചെടുക്കണം. എന്നിട്ട് ആ രക്തം പുരട്ടണം. എല്ലാവരും ആ വീടിനകത്ത് കയറിയിരിക്കണം. അതെന്താണ്? ഒരു കുടുംബത്തിന് പകരം ഒരു യാഗം കഴിക്കുകയാണ്. എന്നാൽ വീണ്ടും കാലം മുമ്പോട്ട് പോകുമ്പോൾ ലേവ്യ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഉണ്ടായ ഒരു സംഭവമാണ് ഇവിടുത്തെ ലേഖന പശ്ചാത്തലം. 16-ാം അധ്യായത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഈ ചീട്ട് വീഴുന്ന കുറച്ച് ആടുകളുടെ ചരിത്രമുണ്ട്. അതിൽ മഹാപാപ പരിഹാര ദിവസം കൊല്ലപ്പെടുന്ന ഒരു ആടിനെ പാളയത്തിന്റെ പുറത്തേക്ക് കൊണ്ടുവരികയും അതിന്റെ എല്ലാം ചുട്ടുകളയുകയും അതിന്റെ രക്തം മാത്രം എടുത്തുകൊണ്ട് അതിവിശുദ്ധ സ്ഥലത്തേക്ക് മഹാപുരോഹിതൻ കടന്നു വന്നിട്ട് ആദ്യം സ്വന്തം അബദ്ധത്തിന് വേണ്ടിയും പിന്നെ ജനത്തിന്റെ അബദ്ധത്തിന് വേണ്ടിയും യാഗം കഴിക്കുന്ന ഒരു സംഗതിയെ നമ്മളവിടെ കാണുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ, അതായത് ഒരു ഇസ്രായേൽ രാഷ്ട്രത്തിന് വേണ്ടി ഒരാടിനെ കൊണ്ടുവന്നിട്ട് ചീട്ട് വീണാടിനെ കൊണ്ടുവന്നിട്ട് തലയിലേക്ക് ഇങ്ങനെ കൈവച്ചിട്ട് അതിനെ ആ പാളയത്തിന് പുറത്ത് അതിന്റെ എല്ലാം ചുട്ടുകളഞ്ഞിട്ട് അതിന്റെ രക്തം മാത്രം എടുത്തുകൊണ്ട്
മഹാപുരോഹിതൻ കടന്നു വരുന്ന ഒക്കെ ഒരു പശ്ചാത്തലം നമ്മളവിടെ കാണുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ വേണം ഈ ഒരു വാക്യത്തെ നമുക്ക് ധ്യാനിക്കുവാൻ. കൂടാരത്തിൽ ശുശ്രൂഷിക്കുന്നവർക്ക് അഹോവൃത്തി കഴിപ്പാൻ അവകാശമില്ലാത്ത ഒരു യാഗപീഠമുണ്ട്. മറ്റ് പല ദിവസേന നടക്കുന്ന യാഗങ്ങളുടെ ഒക്കെ തന്നെ അതിന്റെ മാംസമൊക്കെ ഈ പുരോഹിതന്മാർക്ക് അവകാശപ്പെട്ടതാണ്. എന്നാൽ അതിന്റെ മേധസ്സൊക്കെ ദഹിച്ചു പോകണം. ഏലിയുടെ മക്കളൊക്കെ ആ ദഹിക്കാൻ പോലും കാത്തിരിക്കാതെ ആർത്തിമൂണ്ട് എടുത്തതൊക്കെയാണ് അവർക്ക് അപകടമായിട്ട് മാറിയത്. എന്നാൽ അത് പുരോഹിതന് അവകാശപ്പെട്ടതാണ്. അവർ അഹോവൃത്തി കഴിക്കേണ്ടത് അവർക്ക് അവകാശപ്പെട്ടതാണ്. എന്നാൽ നമ്മളിവിടെ കാണുന്നു, നമുക്ക് പുരോഹിതന്മാർക്ക് അഹോവൃത്തി കഴിപ്പാൻ അവകാശമില്ലാത്ത ഒരു യാഗപീഠം. അതെന്താണ് പുരോഹിതന്മാർക്ക് അഹോവൃത്തി കഴിപ്പാൻ അവകാശമില്ലാത്തൊരു യാഗപീഠം? അതാണ് മഹാപുരോഹിതൻ പാപപരിഹാരമായി രക്തം വിശുദ്ധ മന്ദിരത്തിലേക്ക് കൊണ്ടുപോകുന്ന മൃഗങ്ങളുടെ ഉടൽ പാളയത്തിന് പുറത്ത് വെച്ച് ചുട്ടുകളയും. കണ്ട പ്രിയപ്പെട്ടവരെ, ഈ യെരുശലേം എന്ന് പറയുന്ന ആ വിശുദ്ധ നഗരം, അതിങ്ങനെ ആ വിശുദ്ധമായി കരുതപ്പെട്ട ആ നഗരം, അതിന്റെ ഏറ്റവും സെൻട്രാലിറ്റി എന്ന് പറയുന്നത് ദേവാലയമാണ് അതിന്റെ സെൻട്രൽ പോയിന്റ്. അതാണ് ആ രാജ്യത്തെ എല്ലാം പിടിച്ചിട്ട് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ അത് സെൻട്രാലിറ്റി ആയതുകൊണ്ട് തന്നെ അതിന്റെ സെൻട്രൽ പോയിന്റ് എന്തായിരുന്നു? സെൻട്രൽ പോയിന്റ് ദേവാലയമായിരുന്നു. ആ ദേവാലയത്തിന് പല ഭാഗങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അതിവിശുദ്ധ സ്ഥലം, 2 വിശുദ്ധ സ്ഥലം, 3 പ്രാകാരം, പിന്നെ പ്രാകാരത്തിന് പുറത്ത് പാളയം, പിന്നെ പാളയത്തിന്റെ പുറം. ഇങ്ങനെയാണ് അതിന്റെ ക്രമീകരണങ്ങൾ. ഒന്നുകൂടെ നോക്കുക, സെൻട്രാലിറ്റി അതിവിശുദ്ധ സ്ഥലം, പിന്നെ വിശുദ്ധ സ്ഥലം, പിന്നെ പ്രാകാരം, പിന്നെ പ്രാകാരത്തിന് പുറത്ത് പാളയം, പിന്നെ പാളയത്തിന്റെ പുറത്ത്. അപ്പൊ ഇവിടെ കാണുകയാണ് ഈ ഡേ ഓഫ് ഗ്രേറ്റ് അറ്റോൺമെന്റ് അഥവാ യോം കിപ്പൂർ, മഹാപാപ പരിഹാര ദിവസം കൊല്ലപ്പെടുന്ന ആ മൃഗത്തിന്റെ ഉടല് കൊണ്ടുവന്ന് ചുട്ടുകളയും. ഇങ്ങനെ മൃഗങ്ങളുടെ ഉടൽ പാളയത്തിന് പുറത്ത് വെച്ച് ചുട്ടുകളയും. അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കണം. കാരണം ഈ യാഗങ്ങളുടെ പശ്ചാത്തലം ചിന്തിക്കണം. ആദ്യം ഇസഹാക്കിന് പകരം, വ്യക്തിക്ക് പകരം ഒരു ആട് കൊല്ലപ്പെട്ടു. പിന്നെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ആ പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ ഒരു കുടുംബത്തിന് പകരം ഒരാട് കൊല്ലപ്പെട്ടു. പിന്നെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ കാണുന്നു ലേവ്യ പുസ്തകത്തിൽ ഒരു രാഷ്ട്രത്തിന് പകരം ഒരാട് കൊല്ലപ്പെടുന്നു. ഒരു രാഷ്ട്രത്തിന് പകരം. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു യോഹന്നാന്റെ സുവിശേഷത്തിൽ നാം കാണുന്നു, യേശു കർത്താവ് നടന്നു പോകുന്ന കാണുമ്പോൾ യോഹന്നാൻ സ്നാപകൻ പരിചയപ്പെടുന്ന ഒരു വാക്കുണ്ട്, ഇതോ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. കാരണം യേശു കർത്താവ് വന്നത് ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രമല്ല, ഒരു കുടുംബത്തിന് വേണ്ടി മാത്രമല്ല, ഒരു രാഷ്ട്രത്തിന് വേണ്ടി മാത്രമല്ല, യഹൂദന് വേണ്ടി മാത്രമല്ല, പിന്നെ മുഴുലോകത്തിന്റെയും പാപം, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. കറുത്തവർക്ക് വേണ്ടിയും വെളുത്തവർക്ക് വേണ്ടിയും പാശ്ചാത്യർക്ക് വേണ്ടിയും പൗരസ്ഥർക്ക് വേണ്ടിയും ആഫ്രിക്കക്കാർക്ക് വേണ്ടിയും വെള്ളക്കാർക്ക് വേണ്ടിയും കറുത്തവർക്ക് വേണ്ടിയും വെളുത്തവർക്ക് വേണ്ടിയും പണ്ഡിതർക്ക് വേണ്ടിയും പാമരർക്ക് വേണ്ടിയും പ്രിയപ്പെട്ടവരെ ദരിദ്രന് വേണ്ടിയും ധനവാന് വേണ്ടിയും ആണതിന് വേണ്ടിയും പെണ്ണിന് വേണ്ടിയും യവന് വേണ്ടിയും യഹൂദന് വേണ്ടിയും എല്ലാവരുടെയും പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. ഇത് മുന്നോടുക്കാൻ വന്ന യോഹന്നാൻ സ്നാപകൻ വ്യക്തമായി മനസ്സിലാക്കിയതുകൊണ്ട് യേശു കർത്താവിനെ പരിചയപ്പെടുത്തുകയാണ്. എന്നാൽ നാം മുമ്പോട്ട് പോകുമ്പോൾ കാണുന്നു 30-ാമത്തെ വയസ്സിൽ യേശു കർത്താവ് പരസ്യശുശ്രൂഷ ആരംഭിച്ചു. 3.5 വർഷക്കാലം അവിടുന്ന് പരസ്യശുശ്രൂഷ ചെയ്ത ശേഷം 33 തിരുവേശ് റോമൻ പട്ടാളക്കാരും യഹൂദ മതപോലീസും കൂടെ വന്നിട്ട് യേശു കർത്താവിനെ ഗതസമ്മനയുടെ രാത്രി അറസ്റ്റ് ചെയ്ത ചരിത്രം. അവിടെ തൊട്ട് പീഡാസഹനം ആരംഭിക്കുകയാണ്. ആ പീഡാസഹനം അന്ന് രാത്രി കൊണ്ടുവന്നിട്ട് ഗതസമ്മനം മുതൽ ആരംഭിക്കുന്നു. അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നിട്ട് 3 മതകോടതികൾക്ക് വിട്ടുകൊടുത്തു. ഹന്നാസ്, കയ്യഫാവ്, സന്നദ്ധി സംഘം മതകോടതികളാണ്. മതകോടതികൾ 3 വിസ്തരിച്ചു. ഈ രാത്രി വിസ്താരമില്ല. എന്നിട്ടും യേശുവിനെ വിസ്തരിക്കാൻ അവർ രാത്രി കണ്ടെത്തി. രാത്രി വിസ്താരം ഇല്ല കേട്ടോ. ഒരു കോടതിയും അതുപോലെ അത്യപൂർവ സന്ദർഭങ്ങളിലല്ലാതെ രാത്രി കൂടാറില്ല. പക്ഷെ ഇവിടെ രാത്രി കൂടി. എന്നിട്ട് അവരെല്ലാവരും മുൻ നിർണയിച്ചതുപോലെ നേരത്തെ ഒരുക്കപ്പെട്ട ഒരു നാടകത്തിന്റെ തിരശീല അതിന്റെ ചുരുള് നിവരുന്നത് പോലെ വിധി വന്നു. എന്താണ്? ഇവൻ മരിക്കപ്പെടണം, ഇവൻ മരിക്കപ്പെടണം, ഇവനെ ക്രൂശിക്കണം. അതിനുവേണ്ടി അവർ തെരഞ്ഞെടുത്ത് മാറണം, മരിപ്പിക്കാൻ വേണ്ടി ക്രൂശിക്കണം. എന്താ ക്രൂശീകരണക്കാൻ അവർ തീരുമാനിച്ചത്? ക്രൂശീകരണ ശാപമൃത്യുവാണ്. ഗലാത്യർ 3 മരത്തിമേൽ തൂങ്ങുന്നവെല്ലാം ശപിക്കപ്പെട്ടവെന്ന് എഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി. അതുകൊണ്ട് യേശു കർത്താവിന്റെ അവരെ ക്രൂശിക്കാൻ വേണ്ടി വിധിച്ചു. പക്ഷെ ക്രൂശിക്കണമെങ്കിൽ അവർക്ക് റോമൻ ഗവൺമെന്റ് അംഗീകാരം വേണം. അതിനുവേണ്ടി അവർ പീലാത്തോസിന്റെ അടുക്കൽ കൊണ്ടുവന്നു. പീലാത്തോസിന് മനസ്സിലായി യേശു ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതുകൊണ്ട് പീലാത്തോസ് യേശുവിനെ ഹെരോദാസിന്റെ അടുക്കിലേക്ക് അയച്ചു. ഹെരോദാസ് അന്നവിടെ വന്നിട്ടുണ്ട്. പ്രതി ഏത് പ്രവിശ്യയിൽ നിന്നുള്ളവനാണോ അവിടുത്തെ ഗവർണർക്ക് പ്രതിയെ വിസ്തരിക്കാം. അതുകൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടി. കാരണം പീലാത്തോസിന്റെ ഭാര്യ ഒരു ദർശനം കണ്ടു, ഇവൻ നീതിമാനാണ്, ഇവന്റെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടരുത്. അതുകൊണ്ട് ആ ദൗത്യം ഹെരോദാസിനെ ഏൽപ്പിച്ചു. ഹെരോദാസ് അവൻ നിസാരനാക്കി, ശുഭ്രവസ്ത്രം ധരിപ്പിച്ച് വീണ്ടും തിരിച്ചുവിട്ടു. അവിടെയും വേണേ ഹെരോദാസിന് വെറുതെ വിടാം. പക്ഷെ വിട്ടില്ല. പീലാത്തോസിന്റെ അടുക്കിലേക്ക് വന്നു. പീലാത്തോസ് അവനെ വിടാൻ ഭാവിച്ചപ്പോൾ ജനം ആരവാരം മുഴക്കി. പീലാത്തോസ് ഒരു വഴി ഒരുക്കി നോക്കി. എന്താണ്? നിങ്ങൾക്ക് ബർബാസിനെ വേണോ, യേശുവിനെ വേണോ? ആണ്ടുതോറും പെരുന്നാളിന് ഒരാളെ വിട്ടുകൊടുക്കാൻ മനസ്സാണ്. അവർ ആവശ്യപ്പെട്ടു, ഞങ്ങൾക്ക് യേശുവിനെ
വേണ്ട, ബറബാസിനെ മതി. യേശുവിനെ വേണ്ട, ബറബാസിനെ മതി. അവനെ വേണ്ട, ഇവനെ മതി. സ്വന്തക്കാരാ പറയുന്നത്. അതാണ് യോഹന്നാൻ പറയുക. എന്താണ്? അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അവൻ ലോകത്തിലേക്ക് വന്നു, ലോകം അവനെ അറിഞ്ഞില്ല. സ്വന്തമായവർക്ക് അവനെ അറിയാമായിരുന്നു, അവർ അവനെ അവർ ആവശ്യപ്പെട്ടു. ഇവനെ വേണ്ട, അവനെ മതി. ആരെ? ബറബാസിനെ മതി. ബറബാസ് ആറ്? സ്തുതിപ്പെട്ട ഒരു കലഹക്കാരൻ, നരകത്തിലുണ്ടായ കലാപത്തിൽ പിടിക്കപ്പെട്ടവൻ. അവനെ അവർ വിട്ടുകൊടുക്കാൻ ആവശ്യപ്പെടും. അങ്ങനെ ബറബാസിനെ വിട്ടുകൊടുക്കുന്നു. വീണ്ടും പിലാത്തോസ് നോക്കുകയാണ്, അടിപ്പിച്ച് വിട്ടയക്കാം. എന്താണ്? അടികൊണ്ട് അവർ തൃപ്തരാകട്ടെ. പിലാത്തോസിന്റെ അരമനയിൽ വെച്ച് യേശു കർത്താവിനെ ഒരു കൽത്തുറങ്കിൽ കുനിച്ചു നിർത്തി റോമൻ ചാട്ടകൾ കൊണ്ട് അടിക്കാൻ തുടങ്ങി. റോമൻ ചാട്ടകൾക്ക് പല ലെയറുകളുണ്ട്. എന്തിനാണ് അടിപ്പിച്ചെന്നറിയാമോ? അടികൊണ്ട് ഇവിടെ സംതൃപ്തരാകുന്നെങ്കിൽ ആകട്ടെ, അടുപ്പിച്ച് വിട്ടയക്കാം. പക്ഷെ അവർ പറഞ്ഞു, പോരാ, അടിച്ചാ പോരാ, അടിച്ചത് നന്നായി, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, അവനെ മാക്സിമം അടിക്കണം. പക്ഷേ ഒരു കാര്യം, അവൻ ക്രൂശിക്കപ്പെടണം. ഇനിയും ക്രൂശീകരണം നടക്കണമെങ്കിൽ എവിടെ വേണം? അവിടെ നടക്കാൻ ഒക്കത്തില്ല. കാരണം വിശുദ്ധ സ്ഥലത്തിന് പുറത്താകിയ യോഹന്നാൻ എഴുതിയിരിക്കുന്നത് അത് നഗരത്തിന് സമീപമാകിയാൽ. അതുകൊണ്ട് എന്ത് ചെയ്തു? നഗരത്തിന് പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. ആ നഗരത്തിന് പുറത്തേക്ക് കൊണ്ടുപോകും. നഗരത്തിന് പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ആ പ്രതി തന്നെ കുരിശ് എടുക്കണം. അങ്ങനെ കുരിശുമെടുത്തുകൊണ്ട് വീണ്ടും എഴുന്നേറ്റും പോവുകയാണ്. ഒരു ചരിത്രകാരൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഈ കുറിയ തണ്ട്, കുരിശ് ഇങ്ങനെ ഒരു നെടിയ ഭാഗവും ഇങ്ങനെ ഒരു കുറിയ ഭാഗം ഉണ്ടല്ലോ. ചിലപ്പോൾ നെടിയ ഭാഗം നേരത്തെ കൊണ്ടുവന്ന് നാട്ടിവെക്കും, ചിലപ്പോൾ കുറിയ ഭാഗം ഇങ്ങനെ കെട്ടിവെക്കും. അങ്ങനെയാണ് കൊണ്ടുപോകുന്നതെങ്കിൽ ഒരു പ്രശ്നമുണ്ട്. ആ ആള് വീഴുമ്പോൾ ഇങ്ങനെ വെച്ച് കെട്ടുമ്പോൾ മുമ്പോട്ടേ വീഴത്തുള്ളൂ. മുമ്പോട്ട് വീണാൽ കൈ കുത്താൻ ഒക്കത്തില്ല. കൈ കുത്തുന്നതിന് മുമ്പ് മുഖമടിക്കും. അതുകൊണ്ടായിരിക്കണം പ്രവാചകൻ യെശയ്യാവ് പറയുന്നു, അവൻ മഹാസുന്ദരനായിരുന്നു. ഉത്തമഗീതമൊക്കെ വർണ്ണിക്കുന്നു, എന്റെ പ്രിയൻ 10,000 സുന്ദരൻ, അവൻ വെണ്മയും ചുവപ്പുള്ളവൻ. പക്ഷെ അവനെ കണ്ടാൽ അറിയാത്തവനെ പോലെ വിരൂനായിപ്പ് വീണ്ടും എഴുന്നേറ്റും അവൻ പോകുകയാണ്. അവൻ മുഖമടിച്ച് വീഴുന്നു. കൈകുത്താൻ പോലും അവസരം കിട്ടുന്നതിന് മുമ്പ് മുഖമടിക്കുന്നു. അങ്ങനെ കണ്ടാൽ ആളറിയാത്തവനായി മാറി. ദേവേശാ, യേശുപരാ, ജീവൻ എനിക്കായി നൽകി. എന്തിന്? ജീവനറ്റ പാപികൾക്ക് നിത്യജീവൻ നൽകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി ജീവൻ തരികയാണ്. അവിടുന്ന് കാൽവറി കുരിശിലേക്ക് പോകുന്നു. 2 കള്ളന്മാരുടെ നടുവിൽ അവനെ ക്രൂശിക്കുന്നു. 2 കള്ളന്മാരുടെ നടുവിൽ ക്രൂശിച്ചു. അവസാനം അവൻ ആ കർത്താവ് ചെയ്തു, അവൻ എന്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് യേശു മരിച്ചു. എവിടെ വെച്ച് മരിച്ചു? നഗരത്തിന് പുറത്ത് വെച്ച് മരിച്ചു. ആ സ്ഥലം നഗരത്തിന് സമീപമായിരുന്നു. യേശുവിനെ അവര് ക്രൂശിക്കാൻ വേണ്ടി പുറത്തേക്ക് കൊണ്ടുപോയി. ഇതേ പശ്ചാത്തലം എടുത്തുകൊണ്ട് എബ്രായലേഖന കർത്താവ് പറയുന്നു, കൂടാരത്തിൽ ശുശ്രൂഷിക്കുന്നവർക്ക് അഹോവർത്തി കഴിപ്പാൻ അവകാശമില്ലാത്തൊരു യാഗപീഠമുണ്ട്. മഹാപുരോഹിതൻ പരിഹാരമായി രക്തം വിശുദ്ധ മന്ദിരത്തിലേക്ക് കൊണ്ടുപോകുന്ന മൃഗങ്ങളുടെ ഉടൽ പാളയത്തിന്റെ പുറത്ത് വെച്ച് ചുട്ടുകളയുന്നു. യേശുവിനെ അവർ പാളയത്തിന്റെ പുറത്തേക്ക് കൊണ്ടുപോയി. അവിടുത്തെ അരിമത്തിലെ യോസഫിന്റെ കല്ലറയിൽ അവർ അടക്കപ്പെട്ടു. അങ്ങനെ യേശു ഇങ്ങനെ ഈ ഒരു പശ്ചാത്തലം എങ്ങനെ മഹാപുരോഹിതൻ അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിന് പുറത്ത് വെച്ച് കഷ്ടാനുഭവിച്ചു. കണ്ടോ? യേശുവിനെ ക്രൂശിക്കാൻ വേണ്ടി ഒന്ന് വിഷ്വലൈസ് ചെയ്യണമേ, നിങ്ങൾ എന്റെ കൂടെ വരണമേ. യേശുവിനെ ക്രൂശിക്കാൻ വേണ്ടി നഗരത്തിന് പുറത്തേക്ക് കൊണ്ടുപോകുന്നു. എന്ത് പശ്ചാത്തലത്തിൽ? മഹാപാപ പരിഹാര ദിവസം, ഡേ ഓഫ് ഗ്രേറ്റ് അറ്റോൺമെന്റ് അന്ന് മഹാപുരോഹിതൻ ഒരാടിനെ അങ്ങ് നഗരത്തിന് പുറത്തേക്ക് കൊണ്ടുപോയിട്ട് അതിന്റെ രക്തം മാത്രം എടുത്തിട്ട് ഉടലെല്ലാം ചുട്ടുകളയുന്ന പോലെ യേശു കർത്താവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് എവിടെ പോയി? നഗരവാതിന് പുറത്തേക്ക് പോയി. അവിടെ വെച്ച് അവിടുന്ന് കൊല്ലപ്പെടും. ഇനിയും ഈ അതിവിശുദ്ധ സ്ഥലത്തേക്ക് മഹാപുരോഹിതൻ പോകുമ്പോൾ ഇനി അവിടെ ഒന്ന് ചിന്തിക്കുക. ഈ ആടിനെ കൊണ്ടുപോയിട്ട് നഗരത്തിന് പുറത്ത് കൊണ്ടുപോയിട്ട് അവിടെ വെച്ച് കൊല്ലപ്പെടും. അതിന്റെ രക്തം എടുത്തുകൊണ്ട് മഹാപുരോഹിതൻ വരും. എങ്ങോട്ട് വരും? അതിവിശുദ്ധ സ്ഥലത്തേക്ക് വരും. ആണ്ടിലൊരിക്കൽ അതിവിശുദ്ധ സ്ഥലത്ത്. യേശു ആരാണ്? മഹാപുരോഹിതനാണ്. ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടത്. പവിത്ര, നിർമ്മല, നിർദോഷൻ. അവിടെ തനിക്ക് വേണ്ടി തനിക്കൊന്നും ചെയ്യാനില്ല, ചെയ്തതെല്ലാം നമുക്ക് വേണ്ടി. എന്നാൽ മഹാപുരോഹിതനോ അതിവിശുദ്ധ സ്ഥലത്ത് എന്നിട്ട് മഹാപുരോഹിതൻ എങ്ങനെ പ്രവേശിക്കുക? ദേവാലയത്തിനെയും അതിവിശുദ്ധ സ്ഥലത്തെയും വിശുദ്ധ സ്ഥലത്തെയും തമ്മിൽ വേർതിരിക്കുന്ന വലിയൊരു തിരശീലയുണ്ട്. ആ തിരശീല മാറ്റിയിട്ട് ഈ മഹാപുരോഹിതൻ അതിവിശുദ്ധ സ്ഥലത്തേക്ക് കയറും. കർത്താവ് എങ്ങോട്ടാ പോയത്? അതിവിശുദ്ധ സ്ഥലത്തേക്കല്ല. എബ്രായ ലേഖനം കർത്താവ് പഠിപ്പിക്കുന്നു, സാക്ഷാൽ കൈപ്പണിയായ അല്ലാത്ത സ്വർഗത്തിലേക്ക് പോയി. യേശു കർത്താവ് പോയത് എങ്ങോട്ടാണ്? സ്വർഗത്തിലേക്ക് പോയി. എങ്ങനെ പോയി? മഹാപുരോഹിതൻ അതിവിശുദ്ധ സ്ഥലം, സ്വർഗത്തിന്റെ പ്രതിബിംബമായ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ, ദൈവസാന്നിധ്യമുള്ള ആ സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ ദേവാലയത്തിലെ തിരശീല ഇങ്ങനെ മാറ്റിയിട്ടാണ് കയറുക. പക്ഷേ യേശു കർത്താവ് ഈ സ്വർഗത്തിലേക്ക് പോയപ്പോൾ, സാക്ഷാൽ കൈപ്പണിയല്ലാത്ത അതിന്റെ നിഴലല്ല പൊരുളായ സ്വർഗത്തിലേക്ക് പോയപ്പോൾ എങ്ങനെ പോയി? എന്ത് കീറി? തിരശ്ശീലയല്ല, തന്റെ ദേഹം എന്ന തിരശ്ശീല കീറി. അവിടുത്തെ പുറം അടിച്ച് കീറപ്പെട്ടു. ആ തിരശ്ശീല ഇങ്ങനെ കീറിയപ്പോൾ തമ്പുരാൻ എന്ത് ചെയ്തെന്നറിയാമോ? പിതാവാം ദൈവം
ഒരു കാര്യം ചെയ്തു. ദേവാലയത്തിന് തിരശ്ശീല മുകളിൽ തൊട്ട് അടിവരെ കീറി. ഇന്ന് വരെ മനുഷ്യനെ മാറ്റി നിർത്തി ദൈവത്തെയും മനുഷ്യനും തമ്മിൽ അകറ്റിയിരുന്ന തിരശ്ശീല, അതിന്റെ കണക്കുകളൊക്കെ വലുതാണ്. അങ്ങനെ ഒന്ന് വലിച്ചാൽ കീറുന്ന ആ കട്ടിയല്ല അതിനുള്ളത്. അത്ര സവിശേഷമായി നിർമ്മിക്കപ്പെട്ട ആ തിരശ്ശീല താഴെ നല്ല മുകളിൽ നിന്ന് കീറി. ഇനിയും എന്റെ ജനത്തിന് എപ്പോ വേണേലും എവിടെ വരാം, അതിവിശുദ്ധ സ്ഥലത്തേക്ക് വരാം. അപ്പൊ മഹാപുരോഹിതൻ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പോകും. യേശു സ്വർഗത്തിലേക്ക് പോയി. മഹാപുരോഹിതൻ അതിവിശുദ്ധ സ്ഥലത്തേക്ക് ആണ്ടിലൊരിക്കൽ പോകുമ്പോൾ അവിടുത്തെ അവന്റെ കൈ, ആ മഹാപുരോഹിതന്റെ കയ്യിൽ എന്ത് കാണും? അന്യരക്തം കാണും. വേദപുസ്തകനെ വിളിക്കുന്നത് എന്താ? ആട്ടുകൊറ്റന്മാരുടെ രക്തം, അന്യരക്തം. എന്നാൽ യേശു കർത്താവ് സ്വന്തം ശരീരം കീറപ്പെട്ട് വിശുദ്ധ സ്ഥലമായ അതിവിശുദ്ധ സ്ഥലമായ സ്വർഗത്തിലേക്ക്, സാക്ഷാൽ സ്വർഗത്തിലേക്ക് കടന്നുപോയപ്പോൾ അവിടുത്തെ കൈ രക്തമുണ്ട്. ആ രക്തം പ്രിയമുള്ളവരെ അന്യരക്തമല്ല, ഒരാടിന്റെ രക്തമല്ല, ആരോ കൊണ്ടുവന്ന, ആരുടെയോ കാശ് മുടക്കിയ ഏതോ ആടിന്റെ രക്തമല്ല, പിന്നെ സ്വന്തം രക്തം അവിടുത്തെ കയ്യിലുണ്ട്. സ്വന്തം രക്തം. മഹാപുരോഹിതന്റെ കയ്യിൽ അന്യരക്തം. മഹാപുരോഹിതൻ തിരശ്ശീല മാറ്റുന്നു. കർത്താവ് തന്റെ ദേഹവൻ തിരശ്ശീല കീറി. എന്നിട്ട് അവിടെ വെച്ച് എന്നിട്ട് മഹാപുരോഹിതൻ എന്താ ചെയ്യുക? മഹാപുരോഹിതൻ നിൽക്കും, ഇരിക്കാനൊക്കത്തില്ല. കാരണം അതിവിശുദ്ധ സ്ഥലത്ത് സീറ്റില്ല എന്ന് പറഞ്ഞാൽ ഇരിക്കാനുള്ള കസേരയില്ല. എന്നാൽ പ്രിയമുള്ളവർ, യേശു കർത്താവോ മഹിമയുടെ വലത്തുഭാഗത്ത് ഇരുന്നു. എബ്രായലേഖനം 1-ാം അധ്യായം അവൻ മഹിമയുടെ വലത്തുഭാഗത്ത് ഇരുന്നു. ഹി സാറ്റ്. എന്തിനാ യേശു കർത്താവ് ഇരുന്നത്? അവന്റെ ജോലി തീർത്തതിന്റെ ലക്ഷണമാണ്. ഇരുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? മഹാപുരോഹിതൻ പറയുന്നു, ഞാൻ ഇനി അടുത്ത വർഷം നിങ്ങൾക്ക് വേണ്ടി പോകാം, അതുവരെയും ഡൺ. എന്നാൽ കർത്താവായ യേശുക്രിസ്തു പറയുന്നത്, ഞാൻ അടുത്ത വർഷം വീണ്ടും നിങ്ങൾക്ക് വേണ്ടി വരുമെന്നല്ല, ഇനി ഞാൻ വരും എന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർക്കാൻ വേണ്ടി വന്നിട്ട് വീണ്ടും പോകാമെന്നല്ല പറഞ്ഞു. നമ്മളെയും കൊണ്ടുപോകാൻ വേണ്ടി അവിടുന്ന് വരും. ആ പ്രത്യാശയുള്ള ദൈവമക്കൾ കർത്താവിന് സ്തോത്രം ചെയ്താട്ട് അവൻ നമ്മളെയും കൊണ്ടുപോകാൻ വേണ്ടി ഇനിയും വരും. പ്രിയമുള്ളവരെ, നമ്മൾ കാണുന്നു അവിടെ അതിവിശ്വ സ്ഥലത്ത് ഇന്ന് കർത്താവായ യേശുണ്ട്. എന്തിനു വേണ്ടി പോകുന്നു? നമുക്ക് വേണ്ടി പോയിരിക്കുന്നു. നമുക്ക് വേണ്ടി അവിടുന്ന് പക്ഷപാതം ചെയ്യുന്നു. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. യേശു കർത്താവ് നമുക്ക് വേണ്ടി ഇന്ന് മധ്യസ്ഥത ചെയ്യാണ്. എവിടെ? പിതാവിന്റെ അടുക്കൽ. എന്തുകൊണ്ട്? തന്റെ കയ്യിലുണ്ട്. എന്താണെന്നറിയാമോ? അന്യരക്തമല്ല, സ്വന്തം രക്തം. സ്വന്തം രക്തത്താൽ എല്ലാവരെയും വിശുദ്ധീകരിക്കേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി അവിടെ പക്ഷപാതം ചെയ്യുകയാണ്. എന്നെ ശ്രദ്ധിക്കുന്ന മുഴുവൻ പ്രിയപ്പെട്ടവരെ, യേശു കർത്താവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. എന്തുകൊണ്ട്? നമ്മളോട് സ്നേഹമായതുകൊണ്ട്, അവൻ നമുക്ക് വേണ്ടി മരിച്ചതുകൊണ്ട്, അവിടെ നമുക്ക് വേണ്ടി പിതാവിന്റെ സന്നിധിയിൽ പക്ഷപാതം ചെയ്യുകയാണ്. അവിടുത്തെ കയ്യിൽ എന്തുണ്ട്? അന്യമല്ല, സ്വന്തം രക്തമുണ്ട് പ്രിയരെ, സ്വന്തം രക്തം. അപ്പൊ ഈ സ്വന്തം രക്തത്താൽ ആകെ നമുക്ക് ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിന് പുറത്തു വെച്ച് കഷ്ടം അനുഭവിച്ചു. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? 13-ാം അധ്യായത്തിൽ വാക്യത്തിലേക്ക് വരും. നാം അവന്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന്റെ പുറത്ത് അവന്റെ അടുക്ക ചേരണം. മനസ്സിലാകുന്നുണ്ടോ എന്താ അതിന്റെ പശ്ചാത്തലം? നഗരവാതിന് പുറത്ത് വെച്ച് അതിവിശ്വസ ദിവസം, ആ മഹാപാപ പരിഹാര ദിവസം കൊല്ലപ്പെടുന്ന മൃഗം പുറത്ത് കൊണ്ടുപോയി കൊല്ലപ്പെടുന്നു. അതിന്റെ രക്തം ഉടലും എല്ലാം അവിടെ ചുട്ടുകളയുന്നു, രക്തം മാത്രം കൊണ്ടുവരുന്നു. ഇതുപോലെ യേശു ആ ഉപമ എടുത്തുകൊണ്ട് എബ്രായലേഖന കർത്താവ് പറയുന്നു, നമുക്ക് വേണ്ടി അവൻ ഒരിക്കലായിട്ട് ആവർത്തിക്കപ്പെടേണ്ട നഗരവാതിന് പുറത്ത് വെച്ച് കഷ്ടം അനുഭവിച്ചിട്ട് ഇന്ന് യേശു കർത്താവ് ഇവിടാണ്, പിതാവിന്റെ വലത്ത് ഭാഗത്താണ്. എന്ത് ചെയ്യുന്നു? പക്ഷപാതം ചെയ്യുന്നു. ആർക്ക് വേണ്ടി ചെയ്യുന്നു? എനിക്കും നിങ്ങൾക്കും വേണ്ടി ചെയ്യുന്നു. എനിക്കും നിങ്ങൾക്കും വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ട് പിതാവിന്റെ വലത്ത് ഭാഗത്ത്, മഹിമയുടെ വലത്ത് ഭാഗത്ത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവിടെ നമുക്ക് വേണ്ടി ഇരിക്കുകയാണ്. പക്ഷെ യേശു കർത്താവ് ഈ വാക്യത്തിന്റെ അർത്ഥം എന്താ? നമ്മളോട് ആവശ്യപ്പെടുന്നൊരു കാര്യമുണ്ട്. നാം അവന്റെ നിന്ന് ചുമന്നുകൊണ്ട് പാളയത്തിന്റെ പുറത്ത് അവന്റെ അടുക്കൽ ചെല്ലണം. അവന്റെ അടുക്കൽ എന്ന് പറഞ്ഞ ആരാണ്? യേശു കർത്താവാണ്. അപ്പൊ അർത്ഥാൽ ഈ നഗരത്തിന് പുറത്ത് വെച്ച് കൊല്ലപ്പെടുന്ന മൃഗത്തിന്റെ ഉടൽ നഗരത്തിന് പുറത്ത് വെച്ച് ചുട്ടുകളയുന്ന പോലെ യേശു കർത്താവ് പറയുന്നു, എന്റെ ഉടൽ അവിടെ ഉണ്ട്. എവിടെ? പാളയത്തിന്റെ പുറത്ത്. ഈ ചിന്ത എന്നെ വല്ലാതെ ധ്യാനിപ്പിച്ചു. പാളയത്തിന്റെ പുറത്ത് എന്താ ഉള്ളത്? അതിന് നമ്മൾ ഇസ്രായേലിന്റെ അന്നത്തെ ഒരു സാമൂഹ്യ പശ്ചാത്തലങ്ങൾ പഠിക്കണം. അവർ ഭയങ്കര നിഷ്കർഷയുള്ളവര്, ഐത്തങ്ങളൊക്കെ പാലിച്ചിരുന്നവര്, ഭയങ്കര മതചിട്ടകളുള്ളവര്. അപ്പൊ ആരാണ് ഈ പാളയത്തിന്റെ പുറത്ത്? പാളയത്തിന്റെ പുറത്ത് പ്രധാനമായും 3-4 കൂട്ടരാണ്. ഒന്ന് കുഷ്ഠരോഗികളെ പോലുള്ളവർ, അവർ പാളയത്തിന് പുറത്താണ്. ആ ചരിത്രമൊക്കെ നമ്മൾ യോശുവയുടെ പുസ്തകത്തിലൊക്കെ കാണുന്നുണ്ട്. മത്തായി സുവിശേഷത്തിൽ യേശു കർത്താവിന്റെ അടുക്ക് കുഷ്ഠരോഗി വരുന്നുണ്ട്. അവരുടെ വാർപ്പ് എവിടാണ്? പാളയത്തിന്റെ പുറത്താണ്. പിന്നെ ശബത്ത് ലംഘിച്ചവൻ, അവരെവിടാണ്? പാളയത്തിന്റെ പുറത്താണ്. ദൈവദൂഷണം പറഞ്ഞവർ, അവരെവിടാണ്? പാളയത്തിന്റെ പുറത്താണ്. അങ്ങനെ പ്രത്യേകമായ കാറ്റഗറിപ്പെട്ട പ്രിയപ്പെട്ടവര്, അകത്ത് ഒരു സാധ്യതയില്ലാത്തവരെ, ഈ ശബത്ത് ലംഘിച്ചവരെയും കുഷ്ഠരോഗം വന്നവരെയും പ്രത്യേകമായ പ്രശ്നങ്ങളുള്ളവരെയും ഒക്കെ എന്ത് ചെയ്യും? പാളയത്തിന്റെ പുറത്തേക്ക് തള്ളും. ഇതുപോലെ കർത്താവായ യേശു ക്രിസ്തു പാളയത്തിന്റെ പുറത്ത് വെച്ച്
പുറത്തു വെച്ച് കൊല്ലപ്പെട്ടു. അവന്റെ ഉടൽ അവിടെ കിടപ്പുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കർത്താവ് പറയുന്നു, ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ജഡത്തിലല്ല, ആത്മശരീരത്തിൽ പിതാവിന്റെ വലത്ത് ഭാഗത്തുണ്ട്. 2000 വർഷം മുമ്പ് അവിടുന്ന് ജഡാവതാരം ചെയ്തു. നമ്മളെപ്പോലെ കയ്യും കാലും മൂക്കും ഒക്കെ ഉള്ളവനായിട്ട് അങ്ങ് ഈ ഭൂമിയിൽ കൂടെ സഞ്ചരിച്ചു. നാടെങ്ങും നന്മ ചെയ്യുവാൻ ചുറ്റി നടന്നു. അരക്കാശിനും മുതലില്ലാതെ, തലചായ്പാൻ ഇടമില്ലാതെ 33 കൊല്ലം ഭൂലോകത്തിൽ സഞ്ചരിച്ചു. ജന്മസ്ഥലം വഴിയമ്പലം, ശയ്യാഗ്രഹം പുൽക്കൂടാക്കി, വഴിയാധാര ജീവിയായി പാർത്തലെത്തി പാർത്തു. ഈ കർത്താവ് 33 വർഷം, 13 വർഷക്കാലം നമുക്ക് വേണ്ടി നാടെങ്ങും നന്മ ചെയ്യുവാൻ ചുറ്റി നടന്നവനെ, നാടെങ്ങും നന്മ ചെയ്യുവാൻ ചുറ്റി നടന്നവനെ, കണ്ണിൽ ദയവില്ലാതെ ദുഷ്ടരാടിച്ചുവല്ലോ, കണ്ണിൽ ദയവില്ലാതെ ദുഷ്ടരിച്ചുവല്ലോ. പ്രിയരേ, 3 വർഷക്കാലം അവിടെ നമുക്ക് വേണ്ടി മനുഷ്യരായി നടന്നു, പച്ച മനുഷ്യനായി. അതാണ് ജഡാവതാരത്തിന്റെ ഏറ്റവും വലിയ നിഗൂഢത. 100% ഹ്യൂമൻ, 100% ഡിവൈൻ. എന്നിട്ട് നമുക്ക് വേണ്ടി ഈ പാളയത്തിന്റെ പുറത്തല്ല, അകത്തൂടെ മനുഷ്യനെ സ്പർശിച്ച് നടന്നു. കുഷ്ഠരോഗികൾ അവന്റെ അടുക്ക വന്നു, അവനവരെ തൊട്ടു. അവന്റെ അടുക്കൽ ആ പാപത്തിന് പിടിക്കപ്പെട്ട സ്ത്രീ വന്നു. അവരൊക്കെ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവരൊക്കെ പാളയത്തിന് പുറത്താണ്. അവരെ കല്ലെറിഞ്ഞ് കൊല്ലണം. ഇന്നത്തെ ഭാഷ പറഞ്ഞ പടിയടച്ച് പിണ്ണം വെച്ച് പുറത്താക്കി കളഞ്ഞവര്, സമൂഹത്തിന് സ്ഥാനമില്ലാത്തവര്, അവരെല്ലാം പാളയത്തിന്റെ പുറത്താണ്. ഇനി തത്വത്തിൽ പാളയത്തിന് പുറത്തായിരിക്കുന്നവരില്ലേ? നമുക്കറിയാം, നമ്മുടെ നാട് ക്ലാസിന്റെയും കാസ്റ്റിന്റെയും സിസ്റ്റം ഉള്ളതാണ്. വർഗസമരങ്ങളും ജാതി വ്യവസ്ഥ എന്താണ്? ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര വർണ്ണാശ്രമങ്ങൾ. അതിനകത്ത് താഴോട്ട് വരുമ്പോൾ ആ വർണ്ണാശ്രമം അവർണരുണ്ട്. എന്താണ് കാരണം? ഒരു വർണ്ണത്തിലും പെടാത്തവർ. അതിന്റെ ശരിക്കുള്ള അർത്ഥം എന്താ? നിങ്ങൾ ഒരു വർണ്ണത്തിലും പെടാത്തവരാണ്. യു ആർ നോ മോർ എ ഹ്യൂമൻ ബീയിങ്. നിങ്ങൾ ഒരു വർണ്ണത്തിലും പെട്ടവരല്ല. അവരെയാണ് അവർണർ എന്നൊക്കെ വിളിക്കുക. അതുകൊണ്ടാണ് മഹാത്മജിയൊക്കെ അവരെ പ്രത്യേക പേരിട്ട് വിളിച്ചത്. അപ്പം അവരുടെ സ്ഥാനം എവിടാണ്? ഈ പുറത്താണ്. ഇതുപോലെ പ്രിയപ്പെട്ടവരെ, പാളയത്തിന്റെ പുറത്ത് ഒത്തിരി പേര് കിടപ്പുണ്ട്. യേശു പറഞ്ഞ ആ കൂട്ടം, അതാണ് എന്റെ ഉടല് പാളയത്തിന്റെ പുറത്ത്, ഇതാണ്, അവിടെയാണ് എന്റെ കർത്താവ്. അതുകൊണ്ട് കർത്താവ് പറയുന്നു, നമ്മളൊരാളെ യേശു കർത്താവുമായിട്ട് രക്ഷാനുഭവത്തിലേക്ക് വരുമ്പോൾ, നമ്മളും കർത്താവുമായിട്ടൊരു ബാന്ധവത്വത്തിലേക്ക് വരുമ്പോൾ, ആ ബാന്ധവത്വത്തിനകത്ത് കുറെ എഗ്രിമെന്റ്സ് ഉണ്ട്. എന്താണ് ആ എഗ്രിമെന്റ്? എന്റെ കുഞ്ഞെ, നീ ഞാനുമായിട്ടൊരു ബാന്ധവത്വത്തിലേക്ക് വരുമ്പോൾ, നീ എന്നെ സ്വീകരിക്കുമ്പോൾ, ഞാനും നിന്റെ പിതാവായി മാറുമ്പോൾ, നമ്മൾ തമ്മിലൊരു എഗ്രിമെന്റ് ഉണ്ട്. ആ എഗ്രിമെന്റ് എന്താണ്? ഞാൻ നിനക്ക് വേണ്ടി പിതാവിന്റെ സ്ഥലത്തിരിക്കും. അങ്ങനെ ഇരിക്കും. നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കും. ഉറങ്ങാതെ മയങ്ങാതെ, നാം ഉറങ്ങുമ്പോഴും നാം ഉണരുമ്പോഴും, നാം പ്രാർത്ഥിച്ചപ്പോഴും നാം പ്രാർത്ഥിക്കാത്തപ്പോഴെല്ലാം അവിടുന്ന് നമുക്ക് വേണ്ടി പിതാവിന്റെ സന്നിധിയില് പക്ഷപാതം ചെയ്യുന്നുണ്ട്. അത് ഉറപ്പുള്ളവർ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. എല്ലാം നാം പ്രാർത്ഥിച്ചത് കൊണ്ട് മാത്രമല്ലല്ലോ. ചിലപ്പോൾ നമ്മൾ പറയും, ഞാൻ 3 ദിവസം ഉപവസിച്ച് ഇന്നത് കിട്ടി, ഞാൻ ഇത്ര നാളായി പ്രാർത്ഥിക്കുന്നു, ഇന്ന അനുഗ്രഹം കിട്ടി. എന്നാൽ എന്തുമാത്രം അനുഗ്രഹങ്ങൾ ഒന്നും പ്രാർത്ഥിക്കാതെ കിട്ടി. അതെന്തുകൊണ്ടാ? പിതാവ് നമുക്ക് വേണ്ടി, പിതാവിന്റെ സന്ധി പുത്രൻ തമ്പുരാൻ പക്ഷപാതം ചെയ്യുന്നു, തന്റെ സ്വന്തം രക്തം കൊണ്ട് പക്ഷപാതം ചെയ്യുന്നു. ആ കർത്താവ് നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ നീയുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു കാര്യം ഉറപ്പു തരാം, ഞാൻ നിനക്ക് വേണ്ടി പിതാവിന്റെ അടുക്കലായിരിക്കാം, അവൻ നമുക്ക് വേണ്ടി പിതാവിന്റെ അടുക്കലായിരിക്കും. എന്നാൽ അന്ന് 2000 വർഷം മുമ്പ് താൻ മനുഷ്യ ശരീരത്തിലായിരുന്നപ്പോൾ താൻ ഈ ഭൂമിയിലൂടെ നടന്നു, കുഷ്ഠരോഗികളെ തൊട്ടു, രോഗികളെ തൊട്ടു, സംസാരിച്ചു, പാപിനിയായ സ്ത്രീയെ വിടിവിച്ചു. നോക്കൂ, 38 വർഷം കുളക്കടയിൽ കിടന്നവന്റെ അടുക്ക ചെന്നു, പലരുടെ അടുത്ത് പോയി, വീടുകളിൽ ചെന്നു, കല്ലറയ്ക്ക ചെന്നു. നോക്കൂ, അവിടുന്ന് അത്ഭുതങ്ങളെ ചെയ്തു. എന്ന കർത്താവ് ഇന്ന് പറയുന്നു, അങ്ങനെ ഞാൻ ചുറ്റി നടന്നു, കണ്ടു, അറിഞ്ഞു, തൊട്ടു, അപ്പം നുറുക്കി കൊടുത്തു, എല്ലാം ചെയ്തു. പക്ഷെ ഇന്ന് ഞാൻ ആത്മശരീരത്തിലാണ്. എനിക്ക് പക്ഷെ അവിടെ പോകണം. എവിടെ? പാളയത്തിന് പുറത്ത്. അവിടെ ആരുണ്ട്? വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവർ, ആത്മഹത്യ ചെയ്യാൻ പോകുന്നവർ, ആർക്കും വേണ്ടാത്തവർ, കുഷ്ഠരോഗികൾ, അസ്പൃശ്യർ, തകർന്നവർ, മുറിഞ്ഞവർ, ഉടഞ്ഞവർ, വലഞ്ഞവർ, അവരെവിടെ ഉണ്ട്? പാളയത്തിന് പുറത്തുണ്ട്. എനിക്ക് അവിടെ പോകണം. പക്ഷെ ഇന്ന് ഞാൻ ആത്മശരീരത്തിലാണോ? അവിടുന്ന്. കർത്താവ് ഇന്ന് ആത്മശരീരത്തിലല്ല. പക്ഷെ കർത്താവിന് അവിടെ പോയേ ഒക്കത്തുള്ളൂ. കാരണം അവിടെ എന്റെ ഉടല് കിടക്കുകയാണ്. അതുകൊണ്ട് എബ്രായലേഖന കർത്താവ് നമ്മളോട് പറയാണ്, നിങ്ങൾ എന്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് പോകണം. 2000 വർഷം മുമ്പ് അവർ അക്ഷരാർത്ഥത്തിൽ നടന്നു, ഗലീലയുടെ തീരങ്ങളിലൂടെ നടന്നു, മലമുകളിൽ നിന്ന് കൂടെ നടന്നു, താഴ്വരകളിൽ, മലയോരങ്ങളിൽ, കടലോരങ്ങളിലൊക്കെ, ആ തീരങ്ങളിലൂടെ ഒക്കെ അവിടെ നടന്നു.
പടകിൽ അവൻ ഉറങ്ങി. പക്ഷേ ഇന്ന് അവൻ അവിടുന്ന് ആത്മശരീരത്തിലാണ്. അതുകൊണ്ട് നമ്മളോട് ആവശ്യപ്പെടുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കാം, നിങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? അവിടത്തേക്ക് വേണ്ടി പുറത്തേക്ക് പോകണം. എവിടെ? പാളയത്തിന്റെ പുറത്ത്. അവിടെ പോകാൻ കർത്താവിന്റെ ഹൃദയം ഇങ്ങനെ പെട്ടക്കിയാണ്. പക്ഷെ പോകണമെന്ന് കർത്താവിനുണ്ട്. പക്ഷെ പോകാൻ കർത്താവിന് കാലുണ്ടോ? ഇല്ല പ്രിയരെ. അവൻ ആരുടെ കാലുകൾ വേണം? നമ്മുടെ കാലുകൾ വേണം. അവിടത്തേക്ക് അവിടെ പോണം. അന്ന് വിശന്നവർക്ക് അവൻ അപ്പം നുറുക്കി കൊടുത്തു. 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചു. ഇന്ന് അപ്പം നുറുക്കി കൊടുക്കാൻ ആ കൈകൾക്ക്, അങ്ങയ്ക്ക് കരങ്ങളുണ്ടോ? കരങ്ങളുണ്ട്, ആത്മകരങ്ങളാണ്. പക്ഷെ ഇന്ന് അപ്പം നുറുക്കി കൊടുക്കണം, അതിന് കരങ്ങളെ വേണം. അവിടുത്തെ കരങ്ങൾ ആരാണ്? അപ്പം കൊടുക്കേണ്ട കരങ്ങൾ നമ്മളാണ്. ഒരാളെ കർത്താവിന് സഹായിക്കണം. പത്രോസ് വന്നിട്ട് പറഞ്ഞു, കരമടയ്ക്കണ്ടേ? ചൂണ്ടയെടുത്തുകൊണ്ട് പോകാൻ പറയുന്നു. ഇന്ന് എന്റെയും നിന്റെയും അടയ്ക്കാൻ പറയുകയാണ്. നിന്റെ ആവശ്യം എന്റെ ആവശ്യം കൂടാണ്. പക്ഷെ ഇന്ന് ഒരാളെ സഹായിക്കണം. കർത്താവിന്റെ കൈ പേഴ്സുണ്ടോ? ഉണ്ട്. ആരുടെ പേഴ്സ്? നമ്മുടെ പേഴ്സാണ്. കർത്താവിന് ഒരാളുടെ ചെന്ന് പറയണം, നീ ആത്മഹത്യ ചെയ്യരുതേ, ഈ വിവാഹബന്ധം പിരിക്കരുതേ, ഒരു വഴിയുണ്ട്, എല്ലാത്തിനും പരിഹാരമുണ്ട് കുഞ്ഞേ. മരണമൊന്നിനും പരിഹാരമല്ല, പിരിച്ചിലൊന്നിനും പരിഹാരമല്ല. നമുക്ക് പ്രാർത്ഥിക്കാം, ഞങ്ങളുണ്ട്, ധൈര്യമായിട്ടിരിക്കെന്ന് പറയണം. പക്ഷെ പറയാൻ കർത്താവിന് നാവില്ല. ആ നാവ് ആരുടേതാണ്? നമ്മുടെ നാവാണ്. നമ്മൾ സംസാരിക്കുമ്പോൾ നിന്റെ വായ വിസ്താരത്തിൽ തുറക്കുക, ഞാനതിനെ നിറയ്ക്കും. രാജാക്കന്മാരുടെ മുമ്പിൽ നിങ്ങൾ പോയി നിൽക്കുമ്പോൾ എന്ത് പറയണമെന്ന് നിങ്ങൾ ഭാരപ്പെടും.